വി ഡി സതീശനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സെക്രട്ടേറിയറ്റിലെ വാടാ പോടാ പ്രസംഗത്തിന് പിന്നാലെ പങ്കെടുത്ത പൊതുപരിപാടിയിൽ തനിക്കെതിരെ ആഞ്ഞടിച്ചെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അപ്പോൾ തിരിച്ചാഞ്ഞടിക്കാമെന്ന് താനും പറഞ്ഞു. നിയമത്തേക്ക് സതീശനെ ഒന്നുകൂടി ക്ഷണിക്കുന്നു. പാർട്ടി അനുവദിച്ചാൽ പറവൂരിൽ മത്സരിക്കാമെന്നും ശിവൻകുട്ടി തമാശ രൂപേണ പ്രതികരിച്ചു. പരാജയഭീതി കൊണ്ട പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ മര്യാദകളെ സകല പരിധികളും ലംഘിച്ച അവസരത്തിലാണ് തിരിച്ചും അതേ രൂപത്തിൽ തന്നെ അഭിപ്രായം പ്രകടനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായതെന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അതിരൂക്ഷമായി എടാപോടാ എന്നടക്കം വിളിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന് ശേഷം ഞാനും അദ്ദേഹം കൂടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. എന്നെ വിളിക്കാൻ കഴിയുന്ന മുഴുവനോടെ വിളിച്ചിട്ടാണ് വന്നിട്ട് എൻ്റെ അടുത്തിരുന്ന് പറഞ്ഞു, നിങ്ങൾക്കെതിരെ കുറച്ച് ഞാൻ ശക്തിയായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സാരമില്ല, ഞാനും ഇനി പുറത്തോട്ട് ഇറങ്ങി ഒരു ആഞ്ഞടി നടത്താൻ വേണ്ടി നോക്കാം. ഹാൻസ് ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഹാൻസ്, കലിപ്പുംകൂടെ തമാശയിലേക്ക് മാറുകയാണോ? തീർച്ചയായും ആനന്ദ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പോര് തുടരുകയാണ്. അതിനിടയിലാണ് ഒരു വിശദീകരണം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കാതെ വളരെ സംയമനത്തോടെ മന്ത്രി വി ശിവൻകുട്ടി ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പോരിലേക്ക് കാര്യങ്ങൾ കടന്നത് എന്നുള്ള കാര്യമായിരുന്നു മന്ത്രി ഇന്ന് വിശദീകരിച്ചത്. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വളരെ രൂക്ഷമായ രീതിയിൽ മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് നടത്തി. പക്ഷെ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ മറ്റൊരു പൊതുപരിപാടിയിൽ തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പങ്കെടുത്തു. ആ സമയത്ത് വെച്ച് തനിക്കെതിരെ, ശിവൻകുട്ടിക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനുശേഷം താനും ഇത്തരത്തിൽ ആഞ്ഞടിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. അതിനുശേഷമാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം പ്രതിപക്ഷ നേതാവിനെ മറ്റൊരു വിഷയത്തിൽ വെല്ലുവിളിക്കുകയും ഉണ്ടായി. കേവലം രാഷ്ട്രീയ പ്രസംഗം മാത്രം നടത്താതെ താനടക്കമുള്ള മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചത്. അത്തരമൊരു ധൈര്യമുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളോടുകൂടി അത് നിയമസഭയിൽ ഉന്നയിക്കണം. നിയമസഭ നടക്കുന്ന കാലയളവാണ്. ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയുമെങ്കിൽ അത് കത്തോടുകൂടി സ്പീക്കർക്ക് നൽകിയാൽ നമുക്ക് നിയമസഭയിൽ ചർച്ച ചെയ്യാം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഒപ്പം തന്നെ നേമത്ത് മത്സരിക്കാൻ ക്ഷണിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ നേമത്ത് ഒരു ചിത്രം വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും UDF സ്ഥാനാർത്ഥിയായി ക്ഷണിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും LDF സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ മന്ത്രി ഒരു സസ്പെൻസ് നിർത്തി. താൻ മത്സരിക്കുമോ, മന്ത്രി മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പാർട്ടിയാണ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കേണ്ടത്. അതേസമയം പാർട്ടി അനുവദിച്ചാൽ പറവൂരിൽ മത്സരിക്കും എന്നുകൂടി മന്ത്രി പറഞ്ഞെങ്കിൽ പോലും പിന്നീട് മന്ത്രി അത് വാർത്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ വാർത്തയായി കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ തിരുത്തുകയാണ്, തമാശ രൂപേണയാണ് കാര്യം പറഞ്ഞത് എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടായിരിക്കുന്നു. വീണ്ടും ഒരു പോരിന് താല്പര്യമില്ല എന്നുകൂടിയാണ് മന്ത്രി ഇന്ന് പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്.